സുറ എന്തത് കട്ടൻ കാപ്പിയാ? കട്ടൻ ചായ. ഇപ്പൊ പകുതി വന്നിട്ടുണ്ട്, ബാക്കി പകുതി ഇപ്പൊ വരും. റോസി പാല്. ഇനി ഒരു ചെറിയ പരിപാടി ഉണ്ട്. ആ കട്ടൻ ചായയിലേക്ക് വെച്ചേ. ആ പാലിലേക്ക് വെച്ചേ. അതന്നെ, ഇപ്പോഴാണ് ഇതൊരു ചായ. ഓടി വരൂ. ഈ മഞ്ഞ ഷർട്ടിൽ കാണാൻ ദുൽഖർ സൽമാനെ പോലെ തന്നെയുണ്ട്. പക്ഷെ പച്ചയാണ്. മാച്ച് പച്ച. ഇപ്പൊ എന്നെ കാണാൻ ഒരു പഞ്ഞ ലുക്ക് ഉണ്ട്. സാറേ, എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുടുംബപരമായിട്ട് മതസൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാ. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഞാൻ മൊഞ്ചത്തിക്കുട്ടിനെ കല്യാണം കഴിച്ചിടാണ്. അങ്ങനെ കല്യാണം കഴിച്ചാണ് ഇവളാണെന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാ പണിയും ചെയ്യും. പക്ഷെ തുണി അലക്കാൻ പറഞ്ഞ ആൾ അലക്കൂല. അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതം എങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോയില്ലാന്ന്. അപ്പോഴെന്ത് പറയാണ്, തുണി അലക്കണേ വേറെ പെണ്ണ് പോയി കെട്ടിക്കൊന്നു. ഒരു നല്ലൊരു അനുസരണ ഭർത്താവിന്റെ രീതിയിൽ ഞാനത് കേൾക്കണ്ടേ. ഞാന് നേരെ പോയി ഇവളെയും കെട്ടി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കെമിസ്ട്രി വർക്കൗട്ട്. അതെന്താണെന്ന് അറിയാവോ, എന്റെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങേലെ പോലെ ഒരാള്. അങ്ങേരെ എങ്ങനെ എന്റെ തലയിന്ന് ഒഴിവാക്കണം വിചാരിച്ചിരിക്കുമ്പോഴാ എന്റെ ഇച്ചായന്റെ വരവ്. ഇച്ചായ വന്ന് വിളിച്ചാ കൂടെ പോവണ്ടായോ? നാണം കെട്ടൊരു സാധനം. ടിക്കറ്റ് വിളിച്ചപ്പോഴത്തേക്ക് ഇറങ്ങി പോന്നിക്കാൻ നാടിന്റെ ഗുണവധികാരം കൊണ്ടല്ലേടി എന്റെ ഇച്ചായനെ എന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്ന്. ഗുണവധികാരം അടി വലിഞ്ഞു നിർത്ത്. ഇപ്പത് കാണുമ്പോ നിനക്ക് തോന്നും എനിക്ക് വേണ്ടിട്ട് അടിയാണെന്ന്. ഇതൊന്നുമല്ല. ഇവിടെ വീടിന്റെ ഒരു സൈഡ് എ സൈഡ് എന്നുകൊണ്ട് ഇവളും കൊണ്ടുപോയിട്ടുണ്ട്, ഒരു സൈഡ് ബി സൈഡ് എന്നുകൊണ്ട് ഇവളും കൊണ്ടുപോയിട്ടുണ്ട്. ഞാനാണ് നമ്മുടെ തറ പാവിരിച്ചാണ് കിടക്കുന്നത്. ഇച്ചായ, ഈ നാട്ടുകാരോട് വർത്തമാനം പറഞ്ഞിട്ട് അതിങ്ങ് വന്നേ. ഒരു മിനിറ്റ്. ഇച്ചായ, ഓ അതില്ലേ പറ. ഒന്നുമില്ല. രാമദാസിക്ക ഇതായിരുന്നു എന്റെ ചോദ്യം. ഒന്നുമില്ല. ആ ശരി, നിങ്ങളപ്പ എന്നോട് പറയൂലല്ലേ? ഒന്നുമില്ല എന്റെ സൂറ. മുഖത്ത് നോക്കിട്ട് പറ. സൂറ, ഇയാണ് സത്യം. ഒന്നുമില്ല. ഞങ്ങൾ വലിയ പണക്കായി. അപ്പൊ എന്റെ ഐഡിയ വർക്കൗട്ട് ആയി. ചക്കോട്ടുപറമ്പില് ബക്കച്ചിന്റെ മോളായി റോസെങ്കിലേ അടുത്ത പള്ളി പെരുന്നാളിന് മുന്നേ നിന്നെ ഇവിടുത്തെ കേട്ട് പാടി കൂരടക്കെ കുഴിയിലോട്ട് കാല് നെട്ടിക്കുന്ന അമ്മ.